ഇടതുപക്ഷത്തോട് ചേർന്നു നിൽക്കുന്ന പാലക്കാട് ഇക്കുറി വലതുപക്ഷത്തോടൊപ്പം നിൽക്കുമോ എന്നാണ് അറിയാനുള്ളത്. UDF സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാർ മത്സരരംഗത്തിറങ്ങിയതോടെയാണ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചത്. പ്രചാരണ രംഗത്ത് വ്യത്യസ്തതകൾ അണിനിരത്തിയാണ് മുന്നണികൾ മത്സരിച്ചത്. ഇടതുകോട്ട തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് LDF പ്രതീക്ഷ. ആ യോഗങ്ങളിൽ ഉള്ള ഞങ്ങളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് ജില്ലയിലെ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലവും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലവും വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പൊതുവെ അതിനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ കുറച്ചു വോട്ടിനെങ്കിലും വീരേന്ദ്രകുമാർ വിജയം കാണുമെന്നാണ് UDF വിലയിരുത്തൽ. ശ്രീ MP വീരേന്ദ്രകുമാർ ചെറിയ വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും അസംബ്ലി തലത്തിൽ വിലയിരുത്തിയ തെരഞ്ഞെടുപ്പുകളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനത്തിലാണ് പാർലമെന്റ് നിയോജകമണ്ഡലം കമ്മിറ്റി എത്തിച്ചേർന്നിട്ടുള്ളത്. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് അനുകൂലമായേക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. സിറ്റിംഗ് MP-യായ MP രാജേഷിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണം എന്നതിനാൽ ജനം പിന്തുണക്കുമെന്നാണ് LDF കണക്കുകൂട്ടൽ. പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും സമാഹരിക്കാൻ കഴിഞ്ഞുവെന്നാണ് BJP-യുടെ നിഗമനം. ഏതായാലും 16-ാം തീയതി വരെ പാർട്ടികളുടെ അവകാശവാദങ്ങൾ തുടരും. സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.